അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ വിഷയം അവിടെയാണ്. ശുദ്ധീകരണത്തിൽ വലിയ വലിയ ഒരു പരിധി വിടുന്ന ഒരു സാഹചര്യം അതൊരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഒരിക്കൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ വുളൂ എങ്ങനെയാ? റസൂല് വുളൂ ചെയ്തു കൊടുത്തു, കാണിച്ചു കൊടുത്തു. നബി തങ്ങള് എല്ലാ 3 പ്രാവശ്യം ചെയ്തു. മുൻകൈ 3 പ്രാവശ്യം കഴുകി, അറിയല്ലോ. അങ്ങനെ 3 പ്രാവശ്യം വീണ്ടും ചെയ്തതിനു ശേഷം അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹക്കദൽ വുളൂ, ഇങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത്, ഇങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത്. ഫമൻ സാദ അലാ ഹാദാ, പെങ്ങളെ പഠിച്ചു വെച്ചോ, 3ൽ അപ്പുറത്ത് 4ാമത് മുഖം കഴുകിയാൽ, 4ാമത് കൈ കഴുകിയാൽ, 4ാമത് തല തടകിയാൽ, 4ാമത് ചെവി തടകിയാൽ, 4ാമത് വീണ്ടും കാലിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് നിന്നാൽ റസൂലുള്ളാഹി പറയുന്നു, അസാ വതഅദ്ദാ ഫളലമാ, അവൻ ചെയ്തിരിക്കുന്ന മോശമാണ്, തഅദ്ദാ അവൻ പരിധി വിട്ടവനാണ്, ലലമ അക്രമിയാണ്. വേണ്ട, 3 വട്ടം നമ്മൾ ചെയ്താ മതി, 3 വട്ടം ചെയ്താ മതി. നമ്മൾ ഈ ഒളു എടുക്കാൻ എത്ര വെള്ളം വേണം? നമുക്ക് ഒളു എടുക്കാൻ എത്ര വെള്ളം വേണം? ഞാൻ പറയുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യമാണ്. നമ്മൾ ഈ വിഷയം ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ പള്ളിയിൽ വീട്ടിൽ നിന്ന് ഒളു എടുത്തുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. സത്യത്തിൽ അതാ ചെയ്യേണ്ടത്. ഖുബാ പള്ളിയുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, മൻ തവല്ലഅ ഫീ ബൈതിഹി സുമ്മ ഖറജ ഇലാ മസ്ജിദിൽ ഖുബാ സല്ലാ റക്അതൈനി. അള്ളാന്റെ റസൂൽ എഴുതി പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഒതുവെടുത്ത് ഖുബാ പള്ളിയിൽ വന്ന്, അത് ഖുബായില് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത്, അങ്ങനെ ചെയ്യേണ്ടത്. എന്താ രീതി എന്നറിയോ? ബാങ്ക് കേൾക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് റാഹത്തായിട്ട് നടന്ന് പള്ളിയിൽ വന്ന് വീട്ടിൽ നിന്ന് തഹിയ്യത്ത് റവാത്തിബ് നിസ്കരിച്ച് നേരെ പള്ളിയിൽ വന്ന് കയറി ഏത്തിക്കാഫിന്റെ നിയത്തോടുകൂടി കയറി തഹിയ്യത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കണം. ഇഖാമത്ത് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കണം, നിസ്കരിക്കണം, പെട്ടെന്ന് തന്നെ പോകണം, വീട്ടിൽ പോയി ബാക്കി റവാത്തിബ് നിസ്കരിക്കണം. അതാണ് അതിന്റെ ശൈലി, അതാണ് അതിന്റെ അദബ്. നമ്മൾ ഇനി ചെയ്യേണ്ടി വരും. അങ്ങനെ സുന്നത്തിലേക്ക് തന്നെ നമ്മൾ അല്ലാഹു തആല, നമ്മൾ മടങ്ങാത്തോടെ നമ്മളെ മടക്കിക്കൊണ്ട് പോകും അല്ലാഹു തആല. പള്ളിയിൽ വെള്ളമില്ല, പിന്നെ എവിടെ നിന്ന് കൊടുക്കും? വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ ഒതു കൊടുത്തുകൊണ്ട് വരുന്നൊരു സാഹചര്യം വരും. ഇല്ലെങ്കിൽ ഇത് സൂക്ഷിച്ചോളെ. എത്ര വെള്ളം വേണം നമുക്ക് ഒതു കൊടുക്കാൻ? എത്ര വെള്ളം വേണം നമുക്ക് കുളിക്കാൻ? നമുക്ക് റോൾ മോഡൽ ആരാ? നമ്മളെല്ലാ കാര്യങ്ങൾക്കും റോൾ മോഡൽ നമ്മുടെ നായകനല്ലേ, ഹബീബായ പ്രവാചകരല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് തങ്ങളാ പറയുന്നത്, 10 വർഷം റസൂലുള്ളാഹിനെ ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുദ്ദി വയഗ്തസിലു ബിസ്സാഇ. നബി തങ്ങൾക്ക് ഒളുവെടുക്കാൻ ഒറ്റ മുദ്ദ്, കുളിക്കാൻ ഒരു സാഅ്. ഇപ്പം റമളാൻ അടി കൂടുന്ന മൊത്തം മുദ്ദ് സാഅ് കണക്ക് പറഞ്ഞിട്ടാ. ചില ആളുകൾ അവിടെ നിന്നൊരു കോപ്പ് കൊണ്ടുവരും, ഇവിടെ നിന്നൊരു പാത്രം കൊണ്ടുവരും. ആകെ 2 300, 2 400, 2 500, 2 600, ഇതൊന്നും വേണ്ടല്ലോ. ഇതെത്രാന്ന് വെച്ചാല് നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് അധികം കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ നോക്ക്, നബി തങ്ങൾക്ക് ഒളുവെടുക്കാൻ ഒരൊറ്റ മുദ്ദ് വെള്ളം. എത്ര? ഒരു മുദ്ദ് ലിറ്റർ കണക്കിന് നോക്കിയാൽ 600 മില്ലി വെള്ളം. 1 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ 3/4 കുപ്പി വെള്ളം മതി അള്ളാഹുവിന്റെ ഹബീബിന് wudu ചെയ്യാൻ. 1 ലിറ്റർ മിനറൽ വാട്ടർ എടുത്താൽ അതിന്റെ 3/4 ഭാഗം വെള്ളം മതി നബിതങ്ങൾക്ക് wudu എടുക്കാൻ. ബാക്കി കേട്ടോ, കൂടെ കേട്ടോളി. കുളിക്കാനോ ഒരു സാഴ്, 4 മുദ്ദാണ് ഒരു സാഴ്. അപ്പൊ എത്ര? 2 ലിറ്ററും 400 മില്ലി ലിറ്ററും എന്ന് പറഞ്ഞാൽ 3 കുപ്പി വെള്ളമെടുത്താൽ 1 ലിറ്ററിന്റെ 3 കുപ്പി വെള്ളമെടുത്താൽ അതിൽ 2 ഫുൾ കുപ്പിയും 1 കുപ്പിയുടെ പകുതിയും മതി എന്റെയും നിങ്ങളുടെയും നായകന് കുളിക്കാൻ. ഇത് റസൂലുള്ളാഹിന്റെ ശൈലി എന്ന് അനസ് തങ്ങൾ പറഞ്ഞതാണ്.
അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് നബിയെ. ആരോടാ ചോദിക്കുന്ന? ഇബ്നു അബ്ബാസ് തങ്ങളോടാണ്. ഇബ്നു അബ്ബാസ് തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ എനിക്ക് ഒളുവെടുക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങളെ എനിക്ക് ഒളുവെടുക്കാൻ എത്രയാ വെള്ളം വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ബിൽ മുദ്ദി, ഒരു മുദ്ദ് വെള്ളമാണ്. എനിക്ക് കുളിക്കാൻ എത്ര വെള്ളമാ വേണ്ടത്? സാഉനൊരു സാഉ വെള്ളമാണ്. സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു അത്രേ, ലാ യക്ഫീനി, എനിക്കത് തികയൂല, എനിക്കത് പോരാ. ഒളുവെടുക്കാൻ ഒരു മുദ്ദും പോരാ, കുളിക്കാൻ ഒരു സാഉം പോരാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ലാ ഉമ്മലക്, ലാ ഉമ്മലക്. അവരുടെ ഒരു തരം ദേഷ്യം വരുമ്പോഴുള്ള വാക്കാണ്. എന്റെ അർത്ഥമൊന്നും പറയണ്ട, ചുമ്മാ ഇരിക്കടാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥം പറയാം. ലാ ഉമ്മലക്. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഖദ് കഫാ മൻ ഹുവ ഖൈറും മിൻക റസൂലുള്ളാഹ്. എടോ, നിന്നെക്കാൾ ശ്രേഷ്ഠനായ റസൂലുള്ളാഹിന് ഇത് മതിയല്ലോ, പിന്നെ നിനക്ക് പോരെന്നോ? നിനക്ക് പിന്നെ പോരെന്നാണോ? സഹോദരങ്ങളെ, നീട്ടുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിൽ ഒരിക്കലും നമ്മൾ അമിതം കാണിക്കാൻ പാടില്ല, ദുർവയം കാണിക്കാൻ പാടില്ല. സഅദ് റളിയല്ലാഹു അൻഹു ഒളുവെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി റസൂലുള്ളാഹി നടന്നു പോകുന്നു. സഅദ് തങ്ങൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാഹാറസ്സർഫ്, എന്തിനാ ഇങ്ങനെ അമിതം കാണിക്കുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് സഅദ് തങ്ങൾ ചോദിച്ചു, നബി അഫിൽ വുളു ഇസ്റാഫ്, വുളു എടുക്കുന്നതിൽ ഇസ്റാഫ് ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഉണ്ടല്ലോ. വഇൻ കുന്ത അലാ നഹരിൻ ജാരിൻ. ഞാൻ ചോദിക്കട്ടെ, വുളു 3 പ്രാവശ്യം കഴുകിയാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് നേരെ തോട്ടിലേക്ക് ഇറങ്ങി, ഇഷ്ടം പോലെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട്. 4 വട്ടം ചെയ്താൽ എന്താ പ്രശ്നം? നമ്മുടെ അങ്ങനെയാണ് ഈ ബുദ്ധിജീവികളായ ഈ പറയുന്ന എക്സ് മുസ്ലിം ഉണ്ടായത്. ഈ എക്സ് മുസ്ലിം ഉണ്ടായത് ഇവിടെയാണ്. എങ്ങനെ? കുബുദ്ധിജീവികൾ. അവര് ബുദ്ധി കൊണ്ടെന്നോ ചിന്തിക്കും. റസൂലുള്ളാഹി പറയുന്നു, വലൗ കുന്ത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും നീ 3 വട്ടം ചെയ്താൽ മതി. ബുദ്ധിജീവികളെ ചോദിക്കടാ, ഒഴുകുന്നെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഒഴുകി പോവേലേ, 4 വട്ടം ചെയ്താൽ എന്താ? എടാ, ഈ ഒളു എടുക്കണമെന്നും ഇത്ര പ്രാവശ്യം കഴുകണമെന്നും ഇബാദത്താക്കി നമ്മളെ പഠിപ്പിച്ചെന്ന് അള്ളാന്റെ റസൂല് പറയാണ്, അങ്ങനെ ചെയ്യാവൂന്ന്. നമ്മൾ പറയുന്നു 4 ചെയ്താൽ എന്താ കുഴപ്പമൊന്നും? 4 വേണ്ട, 3 മതിയെന്ന് പഠിപ്പിച്ചെന്നാരാൻ? അതുകൊണ്ട് ഒരിക്കലും വെള്ളത്തില് ദുർവയം പാടില്ല, ഒരിക്കലും വെള്ളത്തില് ദുർവയം ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, വെള്ളത്തെ മലിനമാക്കാൻ പാടില്ല, വെള്ളത്തെ മലിനമാക്കാൻ പാടില്ല. സാമൂഹ്യ വിരുദ്ധരുള്ള കാലമാണ്. ഒരിക്കലും എന്റെ സഹോദരങ്ങളെ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് മാലിന്യം ഒഴുക്കരുത്. ഒഴുകുന്ന വെള്ളത്തിൽ നമുക്കാകാം മലമൂത്ര വിസർജനം നിരോധിച്ചിട്ടില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുറഞ്ഞൊഴുകുന്ന വെള്ളത്തിലും ഇതെല്ലാം അല്ലാഹു ഹറാമാക്കിയതാ. മലിനമാക്കരുതേ സഹോദരങ്ങളെ. ആ ഭാഗത്തേക്ക് പോയാ വിശാലമായി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ഒരാൾ പോലും ആ വെള്ളത്തെ നിങ്ങൾ മാലിന്യമാക്കരുത്, നിങ്ങളതിനെ മോശമാക്കരുതെന്ന് പഠിപ്പിച്ചത് ആരംഭപ്പൂവായ ഹബീബല്ലേ, അവിടുത്തെ നാവ് കൊണ്ടല്ലേ പഠിപ്പിച്ചത്. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വെള്ളത്തിനോട് നമുക്കുള്ള കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ്? ദുർവയം ചെയ്യാതെ, അതിനെ മാലിന്യമാക്കാതെ, അത് വളരെ വൃത്തിയോടെ വെടിപ്പോടെ നമ്മൾ മിതത്വത്തോടെ ആ വെള്ളം ഉപയോഗിക്കുമ്പോഴാണ് ആ വെള്ളത്തോടുള്ള നന്ദിയായി നമുക്ക് അള്ളാഹുവിനോട് കടപ്പാട് നിർവഹിക്കാൻ കഴിയുക. സഹോദരങ്ങളെ, നമുക്ക് റബ്ബിനോട് ചോദിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ മഴയാണ്. ഒമാനിലെ മഴ പെയ്ത് നമ്മൾ കണ്ടല്ലോ. ഒമാനിലെ മഴ എന്തായിരുന്നു? ഒരു 37 പേരും മരിച്ചു ഒറ്റ ഒരു ചെറിയ വെള്ളപ്പൊക്കത്തിൽ. ദുബായിൽ പല ഭാഗങ്ങളിലും മഴ ഇതുവരെയും മാറിയിട്ടില്ല. ഞാൻ അതിനുശേഷമുള്ള 1-2 വേദികളിൽ ഞാൻ ഉണർത്തിയിരുന്നു, നമുക്ക് പ്രളയം വന്നപ്പോ സഹായിച്ചത് പ്രവാസികളാണ്. പൈസ എല്ലാം അയച്ചെന്നത് അവരാ. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പള്ളിക്കായാലും മദ്രസക്കായാലും ഒക്കെ സഹായിക്കുന്നത് മലയാളി സുഹൃത്തുക്കളാ, പ്രവാസികളാ. അറബികളാണെങ്കിൽ പോലും ആ അറബികളെ ഈ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നന്നായിട്ട് ഒന്ന് ഈ സോപ്പിട്ട് പതച്ചെടുക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളാണ്. ആ മലയാളി സഹോദരങ്ങൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നാൽ അവര് നമുക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നു, അല്ലേ? എന്നാൽ ഈ പാവപ്പെട്ട ഗൾഫ് പ്രവാസികൾക്ക് ഇപ്പോ ഉണ്ടായ ഈ ദുരന്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പള്ളികളിലൊക്കെ ദുആ ഇരുന്നു, അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ
എത്രയോ പള്ളികളിൽ ദ്വാരക്കാൻ മറന്നു. മദ്രസ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഗൾഫുകാർ വേണം, അറബി കോളേജ് വേണമെങ്കിൽ ഗൾഫുകാർ വേണം, പെണ്ണിനെ കെട്ടിക്കാൻ വിദേശത്ത് പ്രവാസികൾ ഉണ്ടാകണം. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ അവർക്കൊരു വിഷമം വന്നപ്പോൾ, അവരുടെ സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയപ്പോൾ, അവർക്ക് കുടിക്കാനും കുളിക്കാനും പറ്റാത്ത അവസ്ഥയിൽ മഴ സമൃദ്ധമായി പെയ്യുമ്പോഴും അവർക്ക് കുടിവെള്ളം കിട്ടാതെ വന്നപ്പോ, എല്ലാ നിലയിലും അവരുടെ ഓഫീസുകളും ഫയലെല്ലാം വെള്ളം കയറി നശിച്ചപ്പോ ഒന്ന് ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാൻ പോലും നമ്മളിൽ പലരും മടിച്ചവരല്ലേ? അള്ളാഹു നമുക്ക് നന്ദി ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ്. എനിക്ക് ഭക്ഷണം തരുന്ന ഒരാളോട് ഞാൻ നന്ദി കാണിക്കണം, എന്നിട്ടേ ഇതിന്റെ ഒക്കെ ദാതാവായ പടച്ചവൻ നന്ദി സ്വീകരിക്കൂ. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കില്ലെന്നാണ് ഹദീസ്. അതാണ്. അപ്പൊ നമുക്ക് നന്ദി ഉണ്ടാവണം. നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് മഴ പെയ്തിരുന്നെങ്കിൽ എന്നാണ്. മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മലബാർ ഭാഗത്ത് ഒരാളൊരു ടാങ്കൊക്കെ ഫിറ്റ് ചെയ്ത് അയാളെ വീട്ടിൽ മാത്രം മഴ, നിങ്ങൾ കണ്ടു കാണും, വലിയ വാർത്തയായതാണ്. അയാളെ വീട്ടിൽ മാത്രം മഴ. അതിനുള്ള സംവിധാനം, കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യരങ്ങനെയാണല്ലോ, വെറുതെ ഇരുന്ന് കണ്ടുപിടിക്കുകയാണ്. ഓരോ കണ്ടുപിടുത്തങ്ങള് അവർക്ക് വലിയ 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 എഞ്ചിനീയർമാരാകാനുള്ള കഴിവുള്ള ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലെ ചെറിയ മക്കൾക്ക് ഉണ്ട്. വലിയ കണ്ടുപിടുത്തമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 24 മണിക്കൂറും തണുപ്പാണ്, മഴയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പ്രത്യേക സംവിധാനത്തിൽ ടാങ്ക് ഒക്കെ ഫിറ്റ് ചെയ്തു. വളരെ കുറഞ്ഞ പൈസക്ക് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. താഴെ വീടുന്ന വെള്ളം വീണ്ടും അതിനെ കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്ത് വീണ്ടും ഇങ്ങനെ വീട്, എപ്പോഴും മഴ. ആ വീട്ടിൽ മാത്രം മഴ. അത് വളരെ കൗതുകത്തോടെ കാണുന്നു. ചോദിക്കട്ടെ, ഈ മഴ പെയ്യിപ്പിക്കാൻ വെള്ളം എവിടെ നിന്ന് കിട്ടി? ഈ മഴ പെയ്യിപ്പിക്കാൻ വെള്ളം എവിടെ നിന്ന് കിട്ടി? ഇവിടെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? നമുക്ക് വേണ്ടത് മഴയാണ്. ആ മഴ വേണമെങ്കിൽ നമ്മൾ കൃത്രിമ മഴ സംഘടിപ്പിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ മഴ പെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ നമ്മൾ ചെയ്തത് കൊണ്ടോ. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, മരത്തില് കാച്ചില്ലെങ്കിൽ ചൂല് കെട്ടിയിട്ടാൽ മതി. പെണ്ണുങ്ങളാ ഇതിന്റെയൊക്കെ നിർമ്മാതാക്കള്. പെണ്ണുങ്ങളാണ് പറയുന്നത്, ഏതെങ്കിലും മരത്തിൽ വന്നില്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം നട്ടു, റംബൂട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തൈ വെച്ചു, അത് ഒരു കാരണവശാലും കായ് ഫലം തരുന്നില്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ പറയും അതിനെ കുറ്റിച്ചൂല് കെട്ടിയിട്ട് കൊടുത്താൽ മതി, അത് കായ് തരുമെന്നാണ്. കാരണം എന്താ? അവർ പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഇത് നാണം കെട്ട് പണ്ടാരടങ്ങുമെന്നാണ്. ഈ പറയുന്ന സാധനം നാണം കെട്ടിട്ട് നമുക്ക് ഫലം തരും.